ഇടമലക്കുടിയിലെ അരിക്കൊള്ളയിൽ ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ആവശ്യമെങ്കിൽ ഭരണസമിതി പിരിച്ചുവിടുമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് റേഷൻ കൊള്ള അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും മറ്റു ഭക്ഷ്യവസ്തുക്കൾ കാണാതായതിനും സംഘം അന്വേഷണം നടത്തിയേക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. ഇടമലക്കടിയിലെ റേഷൻ ക്രമക്കേടുകൾ വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏക ഒരു ട്രൈബൽ പഞ്ചായത്തിൽ അവിടെ മുഴുവനും ഈ നമ്മുടെ ആദിവാസി സമൂഹം ജീവിക്കുന്നിടത്ത് ഈ ക്രമക്കേട് നടത്തിയത് ആരായാലും അത് വളരെയധികം ശിക്ഷ അറിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ഇതിനകത്ത് തന്നെ സിവിൽ സപ്ലൈസിൻ്റെ വിജിലൻസ് വിഭാഗം അവിടുത്തെ താലൂക്ക് സപ്ലൈ ഓഫീസർ അവിടുത്തെ ഇൻസ്പെക്ടർ അടക്കം സസ്പെൻഡ് ചെയ്തിട്ട് നടപടികളായിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ കമ്മീഷണറുടെ ഒരു സന്ദർശനം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് പ്രകാരം ഇത് പരിശോധിച്ചിട്ട് ഒരു അദാലത്ത് അവിടെ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നാലും നമ്മൾ ആ ഒരു പ്രോസസ്സ് ഒരു മെയ് മിഡിലോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് തന്നെയാലും സൊസൈറ്റിയിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ആ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും സൊസൈറ്റിക്കെതിരെ സെക്രട്ടറിക്കെതിരെ മാത്രമല്ല, അത് സൊസൈറ്റിയുടെ ഭരണസമിതി അതിൽ വീഴ്ച വരുത്തുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായ നടപടികളുണ്ട്. ഒരു നേരത്തെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വളരെ വ്യാപകമായിട്ടത് ഇപ്പോഴും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റിൽ അതായത് സ്കേപ്പ് ഗോഡ്സിനെ മാത്രം അങ്ങനെ കുറച്ചുപേരെ ആക്കിയിട്ടുള്ള ഒരു നടപടികളായിരിക്കില്ല. ഇതിൽ ഇൻവോൾവ് ചെയ്ത മുഴുവൻ ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉറപ്പുവരുത്തും. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉറപ്പുവരുത്തും.